Good morning to all. Good morning. Am I audible? Yeah. Okay. You can speak now. Good morning, ma'am. Good morning, ma'am. Yeah. What is students in the class? English class alla ennu vicharichu keriyadaayirikam poduve alle. Okay. Appo endokende vishesham suganallo alle? Hope you all doing well. Okay, appo നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ട്ടോ. ടെൻസ് സ്റ്റാർട്ട് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്നലെ അല്ലെ സ്റ്റഡി നമ്മൾ ഡിസ്കസ് ചെയ്തത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ക്ലാസ്സിൽ ഇല്ലാത്തവർ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇന്നലെ ക്ലാസ്സിൽ ഇല്ലാത്തവർ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആരെങ്കിലും ഉണ്ടോ? ഉണ്ടായിരുന്നു. ഉണ്ട്. ഓക്കെ. അപ്പൊ ശ്രദ്ധിച്ചിരിക്കട്ടോ, ഞാൻ അതോടെ പറയാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം, അത് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് തന്നെ അറിയാലോ, ഇംഗ്ലീഷിലെ ഗ്രാമറിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോർഷൻ ആണ് ടെൻസ് എന്ന് പറയുന്നത്. സോ മാക്സിമം ആ രീതിയിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സിൽ പറ്റുവാണെങ്കിൽ ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. റെക്കോ ക്ലാസ് കണ്ടാൽ എത്രത്തോളം മനസ്സിലാക്കും എന്ന് എനിക്ക് അറിയില്ല. ലൈവ് ക്ലാസ് ജോയിൻ ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ on the spot തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ. അപ്പോ സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത് നമുക്കിപ്പോ അറിയാനുള്ള 3 ടെൻസ് ഉണ്ട്. We have 3 tense, that's present, past and future. And ഈ പറയുന്ന 3 ടെൻസിനും എന്താണ് 4 ആക്ഷൻസ് വരുന്നുണ്ട് അല്ലെ. സോ the 4 actions ഏതൊക്കെയാണ്? സിമ്പിൾ, കണ്ടിന്യൂസ്, just wait a second. ഓക്കെ. അപ്പോ 3 ടെൻസിലും 4 ആക്ഷൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ 12 ടെൻസ് ടോട്ടലി പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോ അതില് പ്രസന്റ് ടെൻസിലെ ഫസ്റ്റ് ആക്ഷൻ ആണ് എന്ത്? സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് പ്രസന്റ് ടെൻസ് ആണ്. പ്രസന്റ് ടെൻസിലെ ഫസ്റ്റ് ആക്ഷൻ ആയ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് നമ്മളിപ്പോ നോക്കുന്നത്. ഓക്കെ. അപ്പോ ഇന്നലെ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവര് നോട്ട് ബുക്കിൽ എഴുതി വെക്കുക കേട്ടോ. പ്രസന്റ് ടെൻസിന് മെയിൻ ഹെഡിങ് കൊടുത്തിട്ട് ദെൻ സെക്കൻഡ് ഹെഡിങ് ആയിട്ട് സിമ്പിൾ പ്രസന്റ് ടെൻസിന് ഹെഡിങ് കൊടുക്കുക. അതിനുശേഷം ഞാൻ പറയുന്നതൊക്കെ ഒന്ന് എഴുതിയെടുക്കുക കേട്ടോ. ഞാൻ പറയുന്നത് മാത്രം. ഓക്കെ. എഴുതാൻ പറയുന്നത് മാത്രം എഴുതിയെടുക്കുക. ഓക്കെ. അപ്പോ സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത് നമ്മള് ഡെയിലി നമുക്ക് ഓരോരോ ശീലങ്ങൾ കാണും അല്ലെ. അതിപ്പോ ദൈനംദിനമായിട്ട് നടക്കുന്ന ഡെയിലി നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളായിക്കോട്ടെ, റൊട്ടീൻ ആയിക്കോട്ടെ, ശീലങ്ങളുടെ ഹാബിറ്റ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ പറയുന്നത് ഈ ടെൻസ് യൂസ് ചെയ്തിട്ടാണ്. മലയാളത്തിലാണെങ്കിൽ പോലും നമ്മൾ മലയാളം ലാംഗ്വേജ് നമ്മൾ പറയുമ്പോൾ പോലും ടെൻസ് വൈസ് ആണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലെ. ഇപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. ടെൻസ് വൈസ് ആണ് ഞാൻ പറയുന്നത്. ഓക്കെ. അപ്പോ അതുപോലെ തന്നെയാണ് ഏതൊരു ലാംഗ്വേജും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ടെൻസ് വൈസ് ആണ്. ഓക്കെ. അതിൽ ഒരു കാര്യമാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നത് ഹാബിറ്റ്സ്, റൊട്ടീൻസ്, പെർമനന്റ് സിറ്റുവേഷൻസ്, യൂണിവേഴ്സൽ ട്രൂത്ത്, അതുപോലെ ഷെഡ്യൂൾസ്, ഇതൊക്കെ പറയാനായിട്ട് നമ്മൾ ഈ ടെൻസ് ആണ് യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ. അപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഹെഡിങ് കൊടുത്തിട്ട് ബ്രാക്കറ്റ് എഴുതാം
ചെയ്യുന്നു എന്ന് എഴുതാം കേട്ടോ. ചെയ്യുന്നു, ചെയ്യുന്നു, ബ്രാക്കറ്റില് ചെയ്യുന്നു എന്ന് എഴുതും. ചെയ്യുന്നു എന്ന് എഴുതാൻ കാരണം എന്താ? നിങ്ങൾ ഡെയിലി ചെയ്യുന്ന കാര്യം ഒന്ന് പറഞ്ഞേ. എന്താ ചെയ്യുന്നേ? പറയൂ. എനിക്ക് കേൾക്കണം. എനിക്ക് ഓൾറെഡി പറയും. നിങ്ങള് പഠിക്കുന്നു. പഠിക്കുന്നു. പഠിക്കൂ, ഡെയിലി പഠിക്കോ? പിന്നെ ചുമ്മാ അറിയരുത്. ഓക്കെ, അതൊരു ബാക്കി. അതും ഞാൻ വിശ്വസിച്ചു. ഇപ്പൊ പ്രത്യേകിച്ച് ഡിസംബർ മാസത്തിൽ ഞാൻ പ്രത്യേകിച്ച് വിശ്വസിച്ചു കേട്ടോ. കുക്കിംഗ്. അത് ഓക്കെ, സമ്മതിച്ചു. ഞാൻ ഇതേ പറ്റൂ, വേറെ വഴിയില്ല. രാവിലെ എണീക്കുന്നു. അത് ചെയ്യണമല്ലോ, അത് ചെയ്യും. രാവിലെ എണീക്കും. എന്തായാലും ഞാൻ എണീക്കുന്നു, പാചകം ചെയ്യുന്നു, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു. പിന്നെന്താ? പഠിക്കുന്നു. ഇരിക്കട്ടെ അല്ലെ? പഠിക്കുന്നു. എന്നും രാവിലെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നു. എന്തോ? ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നു. ക്ലാസ് കൂടുന്നു. ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, ക്ലാസ് കേൾക്കുന്നു. ഓക്കെ ഓക്കെ. അത് ഇംഗ്ലീഷ് ക്ലാസ് ആയിരുന്നെങ്കിൽ ഞാൻ പിന്നെയും അത് വിശ്വസിച്ചേനെ. ഓക്കെ, അപ്പോ ക്ലാസ് കേൾക്കുന്നു, പഠിക്കുന്നു, രാവിലെ എണീക്കുന്നു. ഇതൊക്കെ നിങ്ങൾ പറയുന്നത് എങ്ങനെയാണ്? ചെയ്യുന്നു ചെയ്യുന്നു എന്നറിയും. ഫുഡ് കഴിക്കുന്നു, അത് കറക്റ്റ് ആണ്. അത് ഇല്ലാതൊന്നും ഇല്ലല്ലോ അല്ലെ? ഡെയിലി ചെയ്യുന്നൊരു കാര്യം. ഫുഡ് കഴിക്കുന്നു. ഫുഡ് കഴിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പൊ ചെയ്യുന്നു ചെയ്യുന്നു എന്നല്ലേ പറയുന്നേ? ചെയ്യുന്നു, ഞാൻ സ്കൂളിൽ പോകുന്നു, ഞാൻ ഓഫീസിൽ പോകുന്നു. അപ്പൊ ചെയ്യുന്നു, പോകുന്നു, അങ്ങനെ ആ ഒരു രീതിയിലാണ് നമ്മൾ മലയാളം ആണെങ്കിൽ പോലും സംസാരിക്കുന്നത്. ശരിയല്ലേ? മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഡെയിലി റൊട്ടീൻ ആകാം, ഒരു ഹാബിറ്റ് ആകാം. ഇനിയിപ്പോ ഞാൻ എന്നും രാവിലെ ജിമ്മിൽ പോകുന്നു, ഞാൻ ഇന്ന് രാവിലെ എക്സസൈസ് ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ പോലും നമുക്ക് പറയാലോ. ഓക്കെ, അപ്പൊ അതെല്ലാം നമ്മൾ ഒരേപോലെയാണ് പറയുന്നത്. ചെയ്യുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ദെൻ ഒരു പെർമനന്റ് സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ സൂര്യൻ കിഴക്കുദിക്കുന്നു. അതൊരു പ്രപഞ്ച സത്യമാണ്. സോറി, പെർമനന്റ് സിറ്റുവേഷൻ അതല്ല കേട്ടോ. സോറി, പെർമനന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ഫിക്സ് ചെയ്തു. മീൻസ് ഒരു കല്യാണം ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇനാഗുറേഷൻ ആയിക്കോട്ടെ, അതൊരു ഫിക്സ്ഡ് പ്രോഗ്രാമാണ് അല്ലെ? ഫിക്സഡ് പ്രോഗ്രാം അല്ലേ? അപ്പോ അത് പറയുമ്പോഴും എന്താണ് നമ്മൾ ഈ ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോ എന്താണ്, ജൂൺ 2-ാം തീയതി 10 മണിക്ക് ഈ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുന്നു എന്നാ പറയുന്നത്. അതൊരു ഫിക്സഡ് പ്രോഗ്രാം അല്ലെ? ഫിക്സ് ചെയ്തൊരു പ്രോഗ്രാമാണ്, പെർമനന്റ് ആണെന്ന് പറയും. പക്ഷെ എന്തെങ്കിലും കാരണവശാൽ നടക്കാതിരിക്കാം, അതൊക്കെയാണ്. പക്ഷെ എന്നാലും മാക്സിമം നമ്മളത് പോസിബിൾ ആകാനേ നോക്കും അല്ലെ? അപ്പൊ ഫിക്സഡ് പ്രോഗ്രാം ആണ്, പെർമനന്റ് സിറ്റുവേഷൻ ആണ്, അങ്ങനെയും നമ്മൾ പറയാറ്. ദെൻ യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറയുന്നത് പ്രപഞ്ച സത്യമാണ്. സൂര്യൻ കിഴക്കുദിക്കുന്നു, പക്ഷികൾ ആകാശത്ത് പറക്കുന്നു, മത്സ്യങ്ങൾ വെള്ളത്തിൽ ജീവിക്കുന്നു. പിന്നെന്താണ്, നമ്മളെന്താണ്, ഓക്സിജൻ അല്ലെ, വായു ശ്വസിക്കുന്നു. അതൊക്കെ പറയുന്നത് പ്രപഞ്ച സത്യമാണ്. അതൊന്നും മാറ്റാൻ പറ്റൊന്നുമില്ല അല്ലെ? അപ്പൊ ആ കാര്യങ്ങളെല്ലാം പറയുന്നത് നമ്മൾ ഈ പറയുന്ന ഒരു രീതിയിലാണ്. ചെയ്യുന്നു എന്ന് പറയുന്ന രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ഷെഡ്യൂളും ഏകദേശം ഞാൻ പറഞ്ഞ ആ ഷോപ്പ് ഇനാഗ്രേഷൻ ആ ഒരു പോയിന്റിൽ പെടുന്നതാണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ചെയ്യുന്നു, പോകുന്നു ആ ഒരു രീതിയിലാണ്. ശരിയല്ലേ? തോന്നിയോ അങ്ങനെ? എനിക്ക് മാത്രം തോന്നിയതാണോ? ഓക്കെ അല്ലേ? എന്താണ് തോന്നി? അങ്ങനെ തോന്നിയല്ലോ ഭാഗ്യം. പിന്നെ ചില സ്ഥലങ്ങളിൽ പറയുന്ന രീതികൾ വ്യത്യാസം ഉണ്ടാകും കേട്ടോ. അതും ഞാൻ അഗ്രി ചെയ്യുന്നതാണ്. ഞാൻ പറയുന്ന പോലെ നിങ്ങൾ സംസാരിക്കണമെന്നില്ല. ചില സ്ഥലങ്ങളിൽ വ്യത്യാസങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ എവിടേക്കാണ് യൂസ് ചെയ്യാൻ പറഞ്ഞെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സിലാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യാറ് പൊതുവെ. ഇനി നമ്മൾ നോക്കുന്നത് ഇതിന്റെ സ്ട്രക്ചർ ആണ്. സ്ട്രക്ചർ എന്താണ്? ഓരോ ടെൻസും നമ്മൾ പഠിക്കുന്നത് സ്ട്രക്ചർ വൈസ് ആണ് കേട്ടോ.
സ്ട്രക്ചർ ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് V1 എന്നാണ് കേട്ടോ. സബ്ജക്ട് പ്ലസ് V1. ഓക്കെ, സ്ട്രക്ചർ എഴുതിക്കോളൂ കേട്ടോ നോട്ട്ബുക്കില്. സ്ട്രക്ചർ ചെയ്താ അത് മാത്രമല്ല, നിങ്ങൾക്ക് പിന്നെ സിമ്പിൾ പ്രസന്റ് ടെൻസിനെ കുറിച്ച് പോയിന്റ്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അതും നിങ്ങളൊന്ന് നോട്ട്ബുക്കിൽ എഴുതി വെക്കും. ഇന്നലെ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവര് ആ നോട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായ പോലെ നിങ്ങൾ നോട്ട്ബുക്കിൽ ഒന്ന് എഴുതി വെക്കും. ഓക്കെ, എഴുതി കഴിയുമ്പോ എന്നോട് പറയാ. അതിനുശേഷം കുറച്ചുകൂടെ കാര്യങ്ങൾ എഴുതാനുണ്ട്. എഴുതുന്നുണ്ടോ? എഴുതുന്നുണ്ട്. ഓക്കെ, എഴുതി കഴിയുമ്പോ ഒന്ന് പറയണേ. ഓക്കെ, കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് സ്ട്രക്ചർ എഴുതാം കേട്ടോ. സ്ക്രീനിൽ കാണുന്ന സ്ട്രക്ചർ ഒന്ന് എഴുതിക്കോളൂ. സബ്ജക്ട് പ്ലസ് V1 എന്നാണ്. സബ്ജക്റ്റിനെയാണ് എസ് എന്ന് എഴുതിയത് സബ്ജക്റ്റ് ആണ് കേട്ടോ. അല്ലെങ്കിൽ എസ് പ്ലസ് V1 എന്ന് എഴുതാം, അല്ലെങ്കിൽ സബ്ജക്ട് പ്ലസ് V1 എന്ന് എഴുതാം. എന്താണെങ്കിലും സ്ട്രക്ചർ എഴുതിയെടുക്കും കേട്ടോ. അതിനുശേഷം ഞാൻ പറയുന്നത് മാത്രം എഴുതാം. ഫസ്റ്റ് സ്ട്രക്ചർ എഴുതാം. കഴിഞ്ഞോ? ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായവരാരൊക്കെയായിരുന്നു? അന്നക്ക കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു മിസ്. ഉണ്ടായിരുന്നല്ലേ? ഓക്കെ, ഒരു കാര്യം ചെയ്യൂ. ഇനി ബാക്കി ഒന്ന് നിനക്കൊന്ന് പറഞ്ഞു കൊടുത്തേ അവർക്ക്. അറിയാലോ അല്ലേ? ആ പറയാം മിസ്. അത് കഴിഞ്ഞ് സ്ട്രക്ചർ കഴിഞ്ഞ് അടുത്തെന്ന് പറയുന്നത് എസ് എന്ന് പറയുന്ന സബ്ജക്റ്റിനുള്ളിൽ വരുന്ന കാര്യങ്ങളാണ് ഇനി പറയാനുള്ളത്. അതിന്റെ അകത്ത് ഐ യു അവർക്ക് എഴുതാനുള്ള ടൈം കൊടുക്കണം കേട്ടോ. സ്ലോവിൽ പറയും, ക്ലാസ്സിൽ ഓക്കെ ഓക്കെ. ഇപ്പൊ നമ്മൾ സ്ട്രക്ചർ എഴുതിയില്ലേ, അതിന്റെ അകത്ത് ഇനി എസ് ആണ് എഴുതാനുള്ളത്. എസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. ആ സബ്ജക്റ്റിന് കീഴിൽ വരുന്ന കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തത് ഐ. എഴുതുന്നുണ്ടെ പറയണം കേട്ടോ, മനസ്സിലായില്ലെങ്കിൽ നിങ്ങളൊന്ന് പറയണേ. ഓക്കെ, ഐ യു വി ദേ ഹി ഷീ ഇറ്റ് എവരിബഡി. ഇത്രയും ഇതാണ് നമ്മൾ സബ്ജക്റ്റിനുള്ളിൽ വരുന്നത്. മനസ്സിലായോ? കിട്ടിയവരൊന്ന് പറയോ? കിട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ.
ഓക്കെ. അടുത്തതെന്ന് പറയുന്നത് അടുത്തതാണ് V1. V1 എന്ന് പറയുന്നത് വെർബിന്റെ ബേസ് ഫോം ആണ്. അപ്പൊ എഴുതിക്കോ, V1 എന്ന് എഴുതുക വെർബിന്റെ ബേസ് ഫോം ആണ്. എഴുതിയോ? ഓക്കെ. അപ്പം V1 കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് വെർബിന് 3 ഫോംസ് ആണുള്ളത്. അത് എഴുതിക്കോളൂ, V1, V2, V3. ഓക്കെ. V1 എന്ന് പറയുന്നത് പ്രസന്റ് ഫോം ആണ്. എഴുതുക, V1 പ്രസന്റ് ഫോം. V2 എന്ന് പറയുന്നത് പാസ്റ്റ് ഫോം ആണ്. V3 എന്ന് പറയുന്നത് പാർട്ടിസിപ്പിൾ ഫോം ആണ്. 3 കിട്ടിയോ? ഓക്കെ. അപ്പൊ സാധാരണ ഈ സബ്ജക്റ്റുകൾ നമുക്ക് 2 തരമാണുള്ളത്, സിംഗുലറും പ്ലൂറലും. അത് എഴുതിക്കോളൂ. സബ്ജക്റ്റ് എന്ന് എഴുതുക, 2 ടൈപ്പ്, സിംഗുലറും പ്ലൂറലും. എഴുതിയോ? ഓക്കെ. അതിൽ പ്ലൂറലിന്റെ അകത്ത് വരുന്നത് എഴുതുക, I, you, we, they. ഓക്കെ. സിംഗിളിന്റെ അകത്ത് വരുന്നതാണ് he, she, it, everybody. എഴുതിയോ? ഓക്കെ. അപ്പൊ നമ്മൾ ഇനി ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ വെർബ് യൂസ് ചെയ്യുക. എഴുതുക, സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ വെർബ് യൂസ് ചെയ്യുക. എഴുതിയോ? അതുപോലെ തന്നെ പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ വെർബ് യൂസ് ചെയ്യുക. കിട്ടിയാ? ഓക്കെ. സാധാരണ നമ്മൾ എല്ലാ വെർബുകളും എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. അത് നമ്മൾ സിംഗുലർ ആക്കാൻ വേണ്ടി അതിന്റെ കൂടത്തി SO, ESO ആണ് നമ്മൾ യൂസ് ചെയ്യുക. മനസ്സിലായോ പറഞ്ഞത്? അതായത് നോർമലി എല്ലാ വെർബുകളും പ്ലൂറൽ ആണ്. എക്സാമ്പിൾ ആയിട്ട് റൈറ്റ് എന്നത് പ്ലൂറൽ വെർബാണ്. നമ്മൾ അത് സിംഗുലർ ആക്കാൻ വേണ്ടി എസ് ഉപയോഗിക്കും, റൈറ്റ്സ് എന്ന് എഴുതും. മനസ്സിലായോ? എക്സാമ്പിൾ വെച്ച് മനസ്സിലായോ? ഓക്കെ. അപ്പൊ നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് എഴുതുക, റൈറ്റ് എന്നത് പ്ലൂറൽ ആണെങ്കിൽ എസ് റൈറ്റ്സ് എന്നത് സിംഗുലർ ആണ്. ഓക്കെ. ഇത്രയുള്ള മിസ് എന്നാണ് പഠിപ്പിച്ചത്. മനസ്സിലായി എല്ലാവർക്കും? ഓക്കെ, താങ്ക് യു. ഓക്കെ. അപ്പൊ സബ്ജക്ട് എന്താണ്, വെർബ് എന്താണെന്നും, സിംഗുലർ, പ്ലൂറൽ സബ്ജക്ട്, സിംഗുലർ വെർബ്, പ്ലൂറൽ വെർബ്, എല്ലാം ക്ലിയർ ആയോ? ഓക്കെ ആണല്ലോ? മനസ്സിലായോ? ഓക്കെ. ഇനി ഈ ടെൻസിന് ഒരു റൂൾ ഉണ്ട് അല്ലെ? റൂളും പറഞ്ഞല്ലോ, സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയാണ് സിംഗുലർ വെർബ് യൂസ് ചെയ്യുക, ആൻഡ് പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ പ്ലൂറൽ വെർബ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ?
ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, ഇതിനെ ബേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, ഇത്രയും പഠിച്ച കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഉണ്ടെങ്കിൽ ചോദിക്കും. എല്ലാവരോടും കൂടിയാണ് കേട്ടോ, കാരണം ഇന്നലെ നമ്മൾ ഇത്രയും പോർഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ആ ഡൗട്ട് വെച്ചിട്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യും. ഉണ്ടോ ഇല്ലയോ, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയൂ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയൂ. ഉണ്ടായിരിക്കരുത്, റെസ്പോണ്ട് ചെയ്യും. Do you have any doubts or do you have any questions about this topic? What I am teach? Yes or no? Are you? Is it clear or not? എന്തൊന്നും ഉണ്ടാക്കി മിസ്സേ ഇപ്പൊ ഈ എക്സാമ്പിൾ പറഞ്ഞില്ലേ, എല്ലാ വെർബ്സും പ്ലൂറലാണ്, അത് സിംഗുലർ ആക്കാൻ എസ് ചേർത്താൽ മതിയെന്ന്. അപ്പം ഇപ്പൊ കം എന്നുള്ളതിന് കംസ് അങ്ങനെയാണോ? അതെ. അപ്പൊ ഗോ എന്നുള്ളതിനോ ഗോസ് വരും. ആ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എല്ലാവരും ഒരു 10 വെർബ് പ്ലൂറലും സിംഗുലറും ഒന്ന് ടെക്സ്റ്റ് ചെയ്തേ. എല്ലാവരും 10 വീതം എല്ലാവരും സെൻഡ് ചെയ്യണം. ഫസ്റ്റ് പ്ലൂറൽ എഴുതാം, അതിന് നേരെ എന്റെ സിംഗുലർ എഴുതാം. അതുപോലെ എല്ലാവരും ഒരു 10 വീതം എല്ലാവരും ടെക്സ്റ്റ് ചെയ്യും. അപ്പൊ നിങ്ങളുടെ ഡൗട്ട് ഒന്ന് ക്ലിയർ ആവും. കുറച്ച് ഡിഫിക്കൽറ്റി ആയിട്ട് എടുത്തോളൂ, സിമ്പിൾ തന്നെ വേണമെന്നില്ല. ഡിഫിക്കൽട്ട് വേർഡ്സ് ആണെങ്കിൽ ഓക്കെയാണ്. ഫ്യൂച്ചേഴ്സ് ഇത് വെർബ് ആണോ? കൊള്ളാം. ഇറ്റ്സ് നോട്ട് വെർബ്, നൗൺ. ഓക്കെ, അത് വെർബ് അല്ല കേട്ടോ, നൗൺ ആണ്. 10 ഒരുമിച്ച് ടെക്സ്റ്റ് ചെയ്യൂട്ടോ. 10 വെർബും ഒരുമിച്ച് ടൈപ്പ് ചെയ്ത് ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഞാൻ കറക്റ്റ് ചെയ്യാം. എല്ലാവരും ചെയ്യണം. ക്ലാസ് 10 സ്റ്റുഡൻസ് ഉണ്ട്, എല്ലാവരും ടെക്സ്റ്റ് ചെയ്തേ പറ്റൂ. വേണോ ടൈപ്പ് രണ്ടും. അതായത് നിങ്ങൾ ചെയ്യേണ്ട എങ്ങനെയാണ്, ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ കാണിച്ചു. കം എന്താണ്? കംസ് ആണ്. കം പ്ലൂരൽ, കംസ് സിംഗുലർ. ഇങ്ങനെ ടൈപ്പ് ചെയ്യും. ഇങ്ങനെ ടൈപ്പ് ചെയ്ത് 10 ഒരുമിച്ച് ടൈപ്പ് ചെയ്യുക. അത് നെക്സ്റ്റ്. ഓക്കെ,
ഓക്കെ, ഐ തിങ്ക് എല്ലാവരും സെയിം വേർബ് തന്നെയാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഒരു വ്യത്യാസമില്ലല്ലോ. കോപ്പിയുടെ ചെയ്തിയ പോലെ ഉണ്ട്, കറക്റ്റ് ആണ്, ഒരേപോലെ ഉണ്ട് എല്ലാത്തിലും. റൈറ്റ്, കമ്മ, ജംസ് എല്ലാം ഉണ്ട്. ഓക്കെ, ഒരു വ്യത്യാസമുള്ളതാക്കി ഷാമിന. ഷാമിന കറക്റ്റ് വെറൈറ്റി ആണ്. പ്രവീണ, ഇത് എയ്റ്റ് എന്ന് പറയുന്നതോ? ഓക്കെ, എന്താ ഉദ്ദേശിച്ചത്? എയ്റ്റ് ആണോ ഉദ്ദേശിച്ചത്? എയ്റ്റിന്റെ പാസ്റ്റ് ആണ് എയ്റ്റ്, അപ്പോ എയ്റ്റ് ആണ് പറയാട്ടോ. എയ്റ്റ് ആണെങ്കിൽ എയ്റ്റ്സ് ആണേ. ബോൾസോ? ലയന, ബോൾ നൗൺ ആണ് കേട്ടോ. സിറ്റി നൗൺ ആണ്, ബോൾ നൗൺ ആണ്. സ്റ്റാഫ്സ് അത് നൗൺ ആണ്. സ്റ്റോൺ നൗൺ ആണ്. ഡോഗ് ഇതൊക്കെ നൗൺ ആണല്ലോ. ബോൾ, സിറ്റി, ഡോഗ്, സ്റ്റാഫ്, സ്റ്റോൺ ഇതൊക്കെ നൗൺ ആണേ, വെർബ് അല്ല കേട്ടോ. അനു, റൈറ്റ്. ഓക്കെ, ബുക്ക് നൗൺ ആണ്. ബോയ്, ഗേൾ, ഇയർ, ആപ്പിൾ, ആനിമൽ, ബാഗ്, ബ്രഷ് എല്ലാം നൗൺ ആണ് കേട്ടോ. അതുപോലെ തന്നെ ജാസ്മിൻ, ബുക്ക്, ബോട്ടിൽ, ഫ്രൂട്ട്, സ്വീറ്റ്, പെൻ. These all are nouns, not a verb. And Maria, hero, box, book, apple, guy, shops are nouns. And house, uncle, house, box, mango, not. Okay, very good. ഇതൊക്കെ noun ആണ്. എന്താണ് നൗൺ, എന്താണ് വെർബ് എന്താണെന്ന് അറിയില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ ടൈപ്പ് ഇതൊക്കെ നൗൺ ആണല്ലോ. എന്താണ് വെർബ്? എന്താ? പ്രവൃത്തികളാണ് കേട്ടോ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളല്ലേ വെർബ് എന്ന് പറയുന്നേ. ഓക്കെ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് വെർബ് അല്ലെ. ഓരോ വസ്തുക്കളുടെ പേരാണ് നൗൺ. നൗണിലും പ്ലൂറിലും സിംഗിളും ഉണ്ട്, പക്ഷെ അത് വേറെ, വെർബ് വേറെ, വ്യത്യാസമുണ്ട്. നൗണിനെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നൗണില് പെന്ന് എന്ന് പറയുന്നത് സിംഗുലർ ആണെങ്കിൽ പെൻസ് പ്ലൂറൽ ആണ്. പക്ഷെ വെർബിൽ എങ്ങനെയാ വരാ? റൈറ്റ് പ്ലൂറൽ ആണെങ്കിൽ റൈറ്റ്സ് ആണ് സിംഗുലർ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാണ് വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? എന്നിട്ട് ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ചോദിക്കൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ കേട്ടോ. വെറുതെ ഞാൻ പറയുന്നത് കേട്ട് ക്ലിയർ ആണ് എന്ന് പറയരുതേ, ചോദിക്കൂ. Works, runs, cook, cooks, ask, draw, read, come, jump, swim, drink. Yeah, correct ആണ്. ഓക്കെ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ വെർബ് എന്നും നമ്മൾ അല്ലാതെ പറയുന്ന ഓരോ പേരുകൾ നൗൺ ആണ്. Drop, agree, carry. Yeah, correct. Eat, run, dance, fly, walk, sleep, catch, study, swim, help. Correct. Yeah. എല്ലാവരും ടെക്സ്റ്റ് ചെയ്തോ? ടെക്സ്റ്റ് ചെയ്യുന്നുണ്ടോ? ചെയ്യൂട്ടോ. ടെക്സ്റ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ പറയുന്നത് കറക്റ്റ് ആണോ മിസ്റ്റേക്ക് ആണോ എന്ന് മനസ്സിലാവുക. അപ്പൊ ഒരു കാര്യം ചെയ്യൂ. മിസ്റ്റേക്ക് വന്നവർ ആരൊക്കെയാണ്? അഞ്ജന, അൻമരിയ, ജാസ്മിൻ, അനു, ലയന, പ്രവീണ. ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ലയന. അപ്പൊ ഇത്രയും പേര് ഒന്നുകൂടെ എന്തോ ടെക്സ്റ്റ് ചെയ്തു കേട്ടോ. വെർബ് വെച്ചിട്ട് ഒന്നുകൂടെ ടെക്സ്റ്റ് ചെയ്തു. എല്ലാവരെല്ലാം പറഞ്ഞ കുറച്ച് പേര്. ഓക്കെ, ലയന, അനു, ജാസ്മിൻ, ആൻമരിയ.
4 പേര്, 5 പേര്. ഒന്നിവിടെ നിന്ന് വെർബ് വെച്ച് ഒന്ന് ടെക്സ്റ്റ് ചെയ്തു കേട്ടോ. ഓക്കെ, ടെക്സ്റ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരും കൂടെ ടെക്സ്റ്റ് ചെയ്യണേ.
Okay, Pravina, 8. You some correct. Okay. Yeah, correct. Anjana, habit is also noun, dear. Learn, okay. Cook, okay. Habit, noun ആണ്. Communication noun ആണ്. Talks, go, sing, play, pray. Yeah. Okay. Habit and communication. ഇതാണ് കേട്ടോ. Noun ആണ്. Communicate ആണെങ്കിൽ okay ആണ്. Communicate as a verb. Spida heard അല്ല, hear ആണ്. Hear. അത് heard past tense ആണ്. Hear ആണ്. Hear ആണെങ്കിൽ hears ആണ്. Okay. Packed അല്ല. Past ആണല്ല യൂസ് ചെയ്തിരിക്കുന്നത്. Past tense അല്ല കേട്ടോ. Present tense ആണ്. Open ആണ്. Opened അല്ല. Opens ആണ്. Puts. Okay. Look ആണ് books. Dog noun ആണ്. Comes. Read ആണ്. Spelling mistake ഉണ്ടല്ല. check ചെയ്യടാ. Comes, goes, it right. Yeah. Okay, correct. Hello. Staff. Hello, staff noun ആണ്. Maria, agree, count, wish, catch, teach, pay, leave, give, noun ആണ്. Okay, yeah, good luck, check. Yeah, right. Then, drink, stretch, catch. Yeah, correct. Just pay, file, drink, stretch, cut. Yeah, okay, it's okay. അപ്പോൾ നന്നായിട്ട് വൊക്കാബുലറി പഠിക്കും കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് അത് അത്യാവശ്യം നല്ല പറഞ്ഞിട്ടുണ്ട്. ലാക്ക് ഓഫ് വൊക്കാബുലറി ആണ്. മാക്സിമം നന്നായിട്ട് തന്നെ പഠിക്കുക. ബുക്സ് വായിക്കാൻ നോക്കുക. ഈ വൊക്കാബുലറി മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. ഇംപ്രൂവ് ചെയ്യാൻ നോക്കുക. അപ്പോൾ സിംഗുലർ വേർബ്സും പ്ലൂറൽ വേർബ്സും മനസ്സിലായാലും ക്ലിയർ ആണ്. ഇനി ഞാൻ പറഞ്ഞൊരു കാര്യം, സിംഗുലർ സബ്ജക്റ്റിനെ കൂടെ യൂസ് ചെയ്യേണ്ടത് സിംഗുലർ വേർബ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ അതിന് ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഏതൊക്കെയാണ് പ്ലൂറൽ സബ്ജക്ട്? ഏതൊക്കെയാണ് പറയൂ. Which are the plural subjects in English? I, you, we, they. I, you, we, they is are plural subjects, and singular subjects. He, she, it, everybody. He, she, it, everybody is the singular subjects. Okay, ഇനി ഞാൻ മലയാളം പറയാം, നിങ്ങൾ അതൊന്ന് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ പാട്ട് പാടുന്നു. പറയൂ, ഞാൻ പാട്ട് പാടുന്നു. നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ഞാൻ പാട്ട് പാടുന്നു. നോട്ട്ബുക്കിൽ എഴുതാം, മലയാളം എഴുതാട്ടോ. ഞാൻ പാട്ട് പാടുന്നു. അതില് നിങ്ങൾ നോക്കേണ്ടത് ഇത്ര മാത്രമാണ്. ഞാൻ പാട്ട് പാടുന്നു എന്ന് പറയുന്ന സബ്ജക്റ്റില് സെന്റൻസില് സബ്ജക്ട് ഏതാണ്? Which is the subject in the sentence? പാട്ട്. പാട്ടാണോ സബ്ജക്ട്? അല്ലേ സബ്ജക്ട് എന്ന് പറയുന്നത് ആര് ആണോ പ്രവൃത്തി ചെയ്യുന്നത് അതാണ് സബ്ജക്ട്. അപ്പൊ ആരാണ് അതില് സബ്ജക്റ്റ് ആയിട്ട് വരുന്ന? ആരാ? ഞാനാണ്. ആണ്, ഞാനാണ്. സബ്ജക്ട് കിട്ടി. ഇനി അതിലൊരു വെർബ് ഉണ്ടല്ലോ. വെർബ് ഏതാ? പാടുന്നു. പാടുക. പാടുന്നു ആണ് വെർബ്. ഒബ്ജക്റ്റ് എന്താണ്? പാട്ട്. അപ്പൊ നമ്മൾ സ്ട്രക്ചർ എഴുതിയിട്ടുണ്ടല്ലോ. സബ്ജക്ട് പ്ലസ് V1 ഒബ്ജക്റ്റ് ആണ്. വെർബിന് ശേഷം വരുന്ന ഒബ്ജക്റ്റ് ആണേ. അപ്പൊ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയേ. ഫസ്റ്റ് സബ്ജക്ട് ചെയ്താ, then verb ചെയ്താ. സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് വേണം verb ചെയ്താ. അതിനുശേഷം ഒബ്ജക്റ്റ്. ഒന്ന് പറഞ്ഞേ. I singing song. I singing. പാടുക എന്നുള്ളതിന് എന്താ പറയാ? Sing a song. I sing a song. Okay. I sing a song. ഞാൻ പാട്ട് പാടുന്നു. I sing a song. Correct. ഇനി അവളാണെങ്കിലോ, അവൾ പാട്ട് പാടുന്നു എന്നാണെങ്കിൽ She
She sing a song. She Sings a sings song. a song. sure ആണോ? സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് വേണം വെർബ് ആഡ് ചെയ്യാൻ. ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്, നോട്ട്. Sings വരും, sings. She sings a song. മീനിങ് സെയിം ആണ്, പക്ഷെ വെർബിൽ ചെറിയ മാറ്റം വന്നു. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ യൂസ് ചെയ്തത് സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് വെർബ് എന്തായത്? സിംഗുലർ ആയത്. അപ്പൊ ഷീ സിങ്സ് എ സോങ്, ഐ സിങ് എ സോങ്. വ്യത്യാസം മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ. ക്ലിയർ? ഇനി നിങ്ങൾ എഴുതേണ്ടതാണ്, ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു. പറയൂ. ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു. I wake up in the morning. ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു. പറയൂ. Wake up in the morning. I wake up in the morning. നമ്മൾ പ്രപ്പോസിഷൻ പഠിച്ചത് മറക്കരുത് കേട്ടോ. ഇനിയാണ് ആവശ്യങ്ങൾ. I wake up in the morning. Yeah, correct. ഇനി അവൻ രാവിലെ എഴുന്നേൽക്കുന്നു എന്നെങ്ങനെ പറയും? വോക്കപ്പ് അല്ല കേട്ടോ ഷാമിന, വോക്ക് നടക്കുക എന്നാണ്. വേക്കപ്പ് ആണ്. WAKE. ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു. I wake up early. Sorry, I wake up in the morning. ഇനി അവനാണെങ്കിലോ? അവൻ He wakes up. അറിഞ്ഞോ? He wakes up in the morning. Yeah, he wakes up in the morning. Correct ആണ്. എന്താണ് ഡൗട്ട് ആണല്ലോ? കറക്റ്റ് ആണ് കേട്ടോ. He wakes up in the morning. He wakes up ആണ്. He wakes up in the morning. അപ്പോ അവൻ എഴുന്നേൽക്കുന്നു എന്ന് പറഞ്ഞു. ഇനി ഞാൻ എന്നും രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്നു. എഴുതും. ഞാൻ എന്നും രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്നു. ഞാൻ എന്നും രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്നു. I wake up in the morning. I wake up. I wake up 6 o'clock in the morning. I wake up 6 o'clock in the morning every day. Okay. I wake up in the morning at 6 o'clock. I wake up in the morning at 6 o'clock. അപ്പോ ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് അറിയോ? സിമ്പിൾ ആണ്. ആദ്യം സബ്ജക്ട്, then verb, then പിന്നെ ഒബ്ജക്റ്റിലേക്കാണ് പോകുന്നത്. അപ്പൊ ഒരു സബ്ജക്റ്റ് വെർബും കിട്ടി. ഞാനും എഴുന്നേൽക്കുക എന്നാണ് സബ്ജക്റ്റ് വെർബ്. ഇനി എന്നും രാവിലെയാണ്. എന്നും രാവിലെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് എവരിഡേ ആണ്, എല്ലാ ദിവസവും എവരിഡേ. അങ്ങനെയാണോ? എന്നും രാവിലെ എന്ന് പറയുമ്പോ എങ്ങനെയാ പറയാ? യൂഷ്വലി മീൻസ് പതിവ് പോലെയാണല്ലേ പറയാ. അതല്ല, എന്നും രാവിലെ എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ടല്ലോ, എവറി മോർണിംഗ്. എവരിഡേ എല്ലാ ദിവസമാണ് കേട്ടോ. എവരിഡേ എല്ലാ ദിവസമാണ്. അത് ഡെയിലി എന്ന് പറയാം. എല്ലാ പോയല്ലോ. എന്നും രാവിലെ എന്ന് പറയുമ്പോ എവറി മോർണിംഗ് എന്ന് വരും. ഓക്കെ. അപ്പോ ഐ വേക്ക് അപ്പ് എപ്പോഴാണ്? 6 o'clock.
every I wake every morning. പിന്നെ ടൈം എപ്പോഴാ? 6 o'clock. ടൈമിന് മുന്നേ നമ്മൾ പ്രപ്പോസിഷൻ വേണോ? വേണ്ടേ? At എന്നോട് തന്നെ ചോദിക്കണം കേട്ടോ. ഞാൻ പഠിപ്പിച്ചിട്ട് എന്നോട് തന്നെ ചോദിക്കും. അച്ഛാണ്. ഐ വേക്ക് അപ്പ് എവറി മോർണിംഗ് അറ്റ് 6 AM എന്ന് പറയാം, അല്ലെങ്കിൽ അറ്റ് 6 o'clock എന്ന് പറയാം. ഐ വേക്ക് അപ്പ് എവറി മോർണിംഗ് അറ്റ് 6 o'clock. AM എന്ന് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മള് മോർണിംഗ് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ പിന്നെ AM-ന്റെ ആവശ്യമില്ലല്ലോ. 6 o'clock എന്ന് പറഞ്ഞാൽ മതി. ഐ വേക്ക് അപ്പ് എവറി മോർണിംഗ് അറ്റ് 6 o'clock. ക്ലിയർ ആയോ? ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മൾ പഠിക്കൂ. അപ്പൊ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ്? വൊക്കാബുലറി ഇല്ല, തീരെ ഇല്ല, അല്ലെ? അപ്പൊ അത് പഠിക്കണം കേട്ടോ. അത് പഠിച്ചാൽ മാത്രമേ നമ്മൾക്ക് കുറച്ചെങ്കിലും സെൻസ് ചെയ്താൽ പറ്റൂ. ഒരു കാര്യം കൂടെ പറയുന്നത്, അവൻ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുന്നു. അവൻ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുന്നു. പറയോ അല്ലെങ്കിൽ ഒന്നിനും ടെക്സ്റ്റ് ചെയ്യാം, പെട്ടെന്ന് ചെയ്യും. He plays cricket in the ground. Yeah, he plays cricket in the ground. Correct ആണ്. In the ground പറയാം, on the ground പറയാം. മിസ്റ്റേക്ക് ഒന്നും ഇല്ല. He plays cricket in the ground. അവൻ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കും. ക്ലിയർ? അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇതേപോലെ ഒരുപാട് മലയാളം സെന്റൻസ് വെച്ച് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. അതുകൊണ്ട് നന്നായിട്ട് ഈ ടെൻസ് നോക്കിയിട്ട് വരാം, കുറച്ച് വൊക്കാബുലറി കൂടെ പഠിച്ചിട്ട് വരാം. ഓക്കെ, ക്ലിയർ? എങ്ങനെയുണ്ട്? സിമ്പിൾ ആണോ? കുറച്ചൊക്കെ സിമ്പിൾ അല്ലേ? പഠിക്കാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ ആണല്ലോ? സംസാരിക്കരുത് കേട്ടോ. ഇങ്ങനെ എന്തോ മനസ്സിലാവുന്നുണ്ട് മിസ്. ഇങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടെ പഠിക്കാൻ പറ്റും. പഠിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ ആണ്. അപ്പൊ ഓക്കെ, അപ്പൊ നന്നായിട്ട് നോക്കിയിട്ടൊക്കെ വരും. നെക്സ്റ്റ് ക്ലാസ്സിൽ, ലൈവ് ക്ലാസ്സിൽ മാക്സിമം ജോയിൻ ചെയ്യാൻ നോക്കട്ടോ. ക്ലാസ്സിൽ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. എന്തോരം ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്ത് പോകുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അല്ലാതെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല കേട്ടോ. ടെൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ക്ലിയർ? നീ നെക്സ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നില്ല, കഴിഞ്ഞ ക്ലാസ് ഉണ്ടായില്ല ഒന്നും പറയരുത്. ജോയിൻ ചെയ്യുക ഇംഗ്ലീഷ് ക്ലാസ്. ഞാൻ എപ്പോ വരും എന്നൊന്നും എനിക്ക് അറിയില്ല. എന്തെങ്കിലും ക്ലാസ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുമ്പോഴാണ് ഞാൻ പെട്ടെന്ന് കയറി വരുന്നത് കേട്ടോ. അതുകൊണ്ട് എപ്പോഴും അലേർട്ട് ആയിട്ടിരിക്കാം. Okay, so thank you all. See you in the next class. Okay, bye. Bye. Okay, thank you, miss. Thank you, miss.